ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജനുവരി 5, 2026. ഇന്ന് മാർക്കറ്റ് പൊതുവെ നഷ്ടമാണ് രേഖപ്പെടുത്തിയതെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഇൻഡെക്സിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കണ്ടു. റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ റിയലിറ്റി ഇൻഡെക്സിലുള്ള എല്ലാ ഓഹരികളിലും ഇന്നൊരു പോസിറ്റീവ് മൊമെൻറ്റം ആയിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു ഓഹരി കേരള ബേസ്ഡ് ആയിട്ടുള്ള ശോഭ ഡെവലപ്പേഴ്സാണ്. ശോഭ ഡെവലപ്പേഴ്സിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സ്, അതായത് ഇപ്പോൾ Q3 റിസൾട്ടുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. സോ Q3 റിസൾട്ടുകൾ വരുന്നതിന് മുമ്പ് കമ്പനികൾ അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ അപ്ഡേറ്റുകൾ പുറത്തുവിട്ട ശോഭ ഡെവലപ്പേഴ്സിൻ്റെ സെയിൽസ് അതിൻ്റെ സർവ്വകാല റെക്കോർഡിലാണ് എന്നുള്ളതാണ്. Q3യിൽ മാത്രമായിട്ട്, അതായത് 3 മാസം, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ സെയിൽസ് എന്ന് പറയുന്നത് ശോഭ ഡെവലപ്പേഴ്സിൻ്റെ എവർ ഹൈ ആണ്. 2115 കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 52.3% വർധനവാണ്. ഏകദേശം 50% എബവ് സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ സെയിൽസുമായിട്ട് നോക്കുന്ന സമയത്ത് Q2 ആയിട്ട് നോക്കുന്ന സമയത്ത് 11.2% വർധനവായിട്ടും കണക്കാക്കുന്നുണ്ട്. അതുപോലെ വോളിയം, അത് പ്രൈസിങ്, റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ട് അവർ എത്രമാത്രം യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നുള്ളതൊരു പ്രധാനപ്പെട്ട യാഡ് സ്റ്റിക്കാണ്. ടോട്ടൽ സെയിൽസ് ഏകദേശം 13,70,000 സ്ക്വയർ ഫീറ്റാണ് അവർ Q3യിൽ മാത്രമായിട്ട് വിറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ ആവറേജ് പ്രൈസ് റിയലൈസേഷൻ ഏകദേശം 15,436 രൂപയാണ്. ഇതും കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് പുറമെ മാർക്കറ്റ് കോൺട്രിബ്യൂഷൻ, ഈ സെയിൽസ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അവരുടെ പ്രധാനപ്പെട്ട തട്ടകമായിട്ടുള്ള ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ്. ബാംഗ്ലൂരിൽ നിന്ന് മാത്രമായിട്ടാണ് ഏകദേശം 71.5% റവന്യൂ, ഈ മൊത്തം സെയിൽസിൻ്റെ 71.5% റവന്യൂവും ക്വാർട്ടർലി റവന്യൂ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. മറ്റൊന്ന് ഇവരുടെ NCR, ഡൽഹി NCRൽ അവർക്ക് പുതിയ ഒരു പ്രൊജക്റ്റ് 349 കോടി രൂപയുടെ പ്രൊജക്റ്റ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതായത് സ്ട്രാഡ പ്രൊജക്റ്റ് എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റിൽ നിന്നും ഡൽഹി NCR. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബോംബെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ കൂടി ശോഭ ഡെവലപ്പേഴ്സ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ബോംബെ റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നിരിക്കുന്നു. കേരളയിൽ നിന്നും മാത്രം 154 രൂപയുടെ കോൺട്രിബ്യൂഷൻ അതിലും വന്നിട്ടുണ്ട്. ഇതിന് പുറമെ ബാംഗ്ലൂരിലുള്ള മഗ്ന എന്ന് പറയുന്ന അവരുടെ സിഗ്നേച്ചർ പ്രൊജക്റ്റിലാണ് ഏറ്റവും കൂടുതൽ റവന്യൂ വന്നിരിക്കുന്നത്. മുംബൈയിൽ എൻ്റർ ആയിരിക്കുന്നു. 2026 അവരുടെ മൊത്തം കോൺട്രിബ്യൂഷൻ ഏകദേശം 8,500 കോടി രൂപയുടെ റവന്യൂ അവർ പ്രീ സെയിൽസ് അവർ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതിന് പുറമെ 2025 ഇതുവരെയായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻഡെക്സുകൾ നെഗറ്റീവ് റിട്ടേൺ ആണ്. പല ഓഹരികളിലും DLF അടക്കമുള്ള പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഓഹരികളിലൊക്കെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക കലണ്ടർ ഇയർ നോക്കുകയാണെങ്കിൽ നഷ്ടത്തിലായിരുന്നു. പതുക്കെ കര കയറുന്ന ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. പ്രിഫേർഡ് പിക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ DLF തന്നെയാണ്.